നമസ്കാരം കൂട്ടുകാരെ, ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇല്ലീഗൽ ആപ്ലിക്കേഷൻസ് ആണ്. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇതിൽ മിക്ക ആപ്ലിക്കേഷൻസും നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആപ്പിലാക്കാൻ സാധ്യതയുള്ള ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഡീറ്റെയിൽസ് ചോർത്തുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഇല്ലീഗലാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനും അവകാശമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. ആദ്യത്തെ എൻ്റെ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്സ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ആരെങ്കിലും ഓൺലൈൻ വാട്സപ്പിൽ എപ്പോൾ ഓൺലൈൻ വരുന്നു എന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ ആപ്ലിക്കേഷൻ റൂട്ടഡ് ഡിവൈസിൽ EMI ചേഞ്ച് ചെയ്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള യൂസ് തരുന്നുണ്ട്. പക്ഷേ അൺറൂട്ടഡ് ഡിവൈസിൽ നമുക്ക് പ്രീമിയം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 15 മണിക്കൂറത്തേക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പ്രീമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. വാട്സ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇതാ കിടക്കുന്നുണ്ട്. ഞാനത് ലോഞ്ച് ചെയ്താൽ നമുക്ക് വരുന്നൊരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് മേളിലായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ കണ്ടോ, വീക്ക്ലി 25 INR, പിന്നെ മന്ത്ലി 15 INR. അപ്പോൾ അങ്ങനെയൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രീമിയം മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്ത് നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രീമിയം എത്ര രൂപയാണെന്ന് കാണിച്ചു തരാം. പ്രീമിയം മൾട്ടി ട്രാക്കിംഗ് പ്രീമിയത്തിനാണെങ്കിൽ നമുക്ക് 160 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 നമ്പറിനെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് മാറ്റിയിട്ട് ഇന്ത്യ ആക്കുകയാണ്. നിങ്ങൾ എവിടെയാണോ ആ നമ്പറിൻ്റെ കൺട്രി കൊടുക്കുക. അതിനുശേഷം 91 ചേർക്കാതെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. എന്നിട്ടൊരു പേര് കൊടുക്കുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. യെസ് കൊടുക്കുക. യെസ് കൊടുക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലുള്ള ആൾ എപ്പോൾ ഓൺലൈൻ വന്നാലും നമുക്ക് ഇതിനകത്ത് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരും. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇങ്ങനെ നമ്മൾ മൾട്ടി ടാസ്കിങ് എടുത്താൽ നമുക്ക് ഒരുപാട് നമ്പർ ഇതേപോലെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ആ നമ്പർ എപ്പോൾ ഓൺലൈൻ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ അവിടെ ഒരു മെസ്സേജ് പോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. കാരണം നമുക്ക് സ്റ്റോപ്പ് കൊടുത്താൽ നമുക്ക് പിന്നെ വേറെ നമ്പർ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തികച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തെന്ന് പറഞ്ഞത് വോയിസ് റെക്കോർഡർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പവർ ബട്ടനെ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വോയിസ് റെക്കോർഡാവാൻ തുടങ്ങും, സൗണ്ട് റെക്കോർഡാവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളിപ്പോൾ ഒരു സാംസങ് ഗാലക്സി അല്ലെങ്കിൽ സാംസങ് J7 ഒക്കെ J7 സീരീസ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോണാണെങ്കിൽ നിങ്ങൾ പവർ ബട്ടൺ യൂസ് ചെയ്യരുത്. ഓക്കെ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോക്കറ്റിലിട്ടിട്ട് തന്നെ നമുക്ക് പവർ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സാംസങ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സൗണ്ട് റെക്കോർഡ് ചെയ്താൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് എമർജൻസി നമ്പറിലേക്ക് കോൾ പോകും. അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് ആ ആപ്ലിക്കേഷനിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം ആ 3 വരയിലേക്ക് പോവുക. അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് വോളിയം ബട്ടൺ മോഡെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ഓഫായി കിടക്കുകയാണെങ്കിൽ നിങ്ങളത് ഓണാക്കുക. വോളിയം ബട്ടൺ മോഡെന്ന ഓപ്ഷൻ ഓഫാണെങ്കിൽ നിങ്ങളത് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എമർജൻസി നമ്പർ പോവും. അപ്പോൾ നിങ്ങളിപ്പോൾ വോളിയം ബട്ടൺ 3 വട്ടം വോളിയം ബട്ടൺ അപ്പും ഡൗണും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ടാവും. ഇപ്പോൾ എനിക്ക് തികച്ചും യൂസ്ഫുള്ളായിട്ട് തോന്നിയത് നമ്മുടെ മോട്ടോയിൽ നല്ല കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. കാരണം നമുക്ക് മോട്ടോയുടെ പവർ ബട്ടൺ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന്
നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറഞ്ഞത് മൊബൈൽ മോണിറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഒരുപാട് മൊബൈൽ മോണിറ്റേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ഫോണിലാണോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ആ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിലൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഫോണിലേക്ക് ഏത് ഫോണിലാണോ ചോർത്തേണ്ടത് അതിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ഫോണിൽ ഞാൻ ചോർത്താൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. അതിൽ ഞാൻ ലോഗിൻ കൊടുത്തു. എൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ കൊടുത്തു. ഞാൻ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തു. അതിനുശേഷം ഞാൻ ബാക്ക് പോയി. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇത് ഹൈഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. നിങ്ങൾ ഇൻബിൽഡ് ആപ്പ് ഹൈഡറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഏതൊരു ഒരു ആപ്ലിക്കേഷൻ ഹൈഡർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ടാർഗറ്റ് ഡിവൈസിൽ ടാർഗറ്റ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പോവുക, ലോഗിൻ ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡിവൈസിലാണോ മോണിറ്റർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ കാണേണ്ട ഡിവൈസ് ഏതാണോ അതെടുക്കുക. അതിനുശേഷം മോണിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ആ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഡൺ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ആ ഫോണിൻ്റെ കോൾസ്, മെസ്സേജസ്, ലൊക്കേഷൻ, നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. പിന്നെ ഫോട്ടോസ് കിട്ടും. പക്ഷേ ലൊക്കേഷൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ലൊക്കേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല എന്ന്. അതിൻ്റെ കാരണം ചില ഫോൺസിൽ നമ്മുടെ GPS തെറ്റായിട്ടിരിക്കും. ചില ഫോൺസിൽ, എൻ്റെ സോണിയിൽ തെറ്റായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഊബർ ഒന്നും എൻ്റെ ആ ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വേറെ എവിടെയൊക്കെയാണ് എൻ്റെ ലൊക്കേഷൻ നിൽക്കുന്നത്. അപ്പോൾ GPS കറക്റ്റായിട്ടിരിക്കുന്ന ഒരു മൊബൈലിൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ആ ഫോണിൽ എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുവഴി അറിയാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഇതൊരു ഇല്ലീഗൽ ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇങ്ങനെ ഇല്ലീഗൽ ആപ്ലിക്കേഷൻസും അവൈലബിൾ അല്ലാത്തതാണ്. പക്ഷേ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യരുത്. നിങ്ങൾ നല്ല രീതിക്ക് മാത്രം യൂസ് ചെയ്യുക. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മക്കളെ വാച്ച് ചെയ്യാൻ, നിങ്ങളുടെ മക്കൾ നല്ല രീതിക്കാണോ പോകുന്നതെന്ന് വാച്ച് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് മറ്റൊരാളുടെ, നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തവരുടെ ഇത് ഹാക്ക് ചെയ്തുകൊണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടോ ഒരു ഗുണവും ഇല്ല നിങ്ങൾക്ക്. മറിച്ച് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു മനസ്സാക്ഷി കുത്താണ്. സോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് യൂസ്ഫുള്ളായിട്ട് തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത്രയാണ് ഞാൻ ഈ വീഡിയോ കൂടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പോൾ നോട്ടിഫൈ ചെയ്തായിരിക്കും.